സിയോ രാത്രി ഫ്രീ ആണെന്നൊക്കെ അറിയുവാനായിട്ട് ക്വിന്നും ഒരു മെസ്സേജ് ഒക്കെ അയക്കുന്നുണ്ട്. പക്ഷെ അവനും ബിസി ആണെന്നുള്ള ഒരു റിപ്ലൈക്ക് അവൾക്കും കൊടുക്കുന്നു. പിന്നീട് ഓഫീസിൽ നിന്നൊക്കെ ഇറങ്ങുന്ന സമയത്ത് നീ എത്രത്തോളം ലേറ്റ് ആകുമെന്ന ഒരു ചോദ്യമൊക്കെ ക്വിൻ അവനോട് ചോദിക്കുന്ന സമയത്താണ് കുറച്ച് അകലായിട്ടൊക്കെ അവൻ സായോട് കൂടെ നിൽക്കുന്നതൊക്കെ അവളും കണ്ടിട്ടുണ്ടായിരുന്നത്. ഈ ഒരു എപ്പിസോഡൊക്കെ തുടങ്ങുമ്പോഴത്തേക്കും 2014 ഒരു സീനൊക്കെയാണ് കാണിക്കുന്നത്. ഈ ഒരു സമയത്ത് അവധിയൊക്കെ ആയിരുന്നത് കൊണ്ട് തന്നെ ഷിന്നിന്റെ റൂമിലേക്കൊക്കെ ലൂവും വന്ന് കിടക്കുന്നു. നമ്മുടെ കാര്യത്തില് നിന്റെ അമ്മയ്ക്ക് ചെറിയ രീതിക്കുള്ള സംശയമൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചൊക്കെ അമ്മയുടെ അടുത്ത് പറഞ്ഞാലോ എന്നൊക്കെ ഷെൻ ലൂവിന്റെ അടുത്തൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും ഇപ്പോൾ പറയണ്ട, പിന്നീട് ഒരിക്കലൊക്കെ പറയാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഷെന്നിന്റെ ഒപ്പമൊക്കെ കിടക്കുകയായിരുന്നു ലൂ. ഈ ഒരു സമയത്താണ് ഷെന്നിന്റെ റൂമിലേക്കൊക്കെ അമ്മയും കടന്നു വരുന്നത്. അങ്ങനെ ഇരിക്കെ അവർ രണ്ടുപേരും ഒരേ റൂമിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നത് കൊണ്ട് തന്നെ അമ്മ പെട്ടെന്ന് തന്നെ റൂമിൽ നിന്നൊക്കെ ഇറങ്ങി മാറി നിൽക്കുന്നു. കാര്യങ്ങളെ കുറിച്ചൊക്കെ വിശദമായിട്ട് പറയുവാനായിട്ട് ലൂവും അമ്മേനെ ചെന്ന് കാണുകയാണ്. ഈ ഒരു സമയത്ത് ഞങ്ങൾ രണ്ടുപേരും റിലേഷൻഷിപ്പിലാണെന്നൊക്കെ അമ്മയോട് ലൂ തുറന്നൊക്കെ പറയുമ്പോഴത്തേക്കും ജീവിതത്തിൽ ആദ്യമായിട്ടാണ് നീ ഒരു നല്ല കാര്യമൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞുകൊണ്ട് അമ്മയും അവനെ സപ്പോർട്ട് ചെയ്യുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ആ ഒരു സീനൊക്കെ കട്ടായിട്ട് ഇപ്പോൾ 2024 കാണിക്കുന്നു. ക്വീൻ അവളുടെ റൂമിന്റെ മുമ്പിലൊക്കെ എത്തുമ്പോഴത്തേക്കും അവിടെ അവൾക്ക് വേണ്ടിയിട്ട് സ്യൂ കാത്തു നിൽപ്പുണ്ടായിരുന്നു. നേരത്തെ നീ എനിക്ക് മെസ്സേജ് ഒക്കെ അയച്ചായിരുന്നല്ലേ, അന്നേരം കുറച്ച് തിരക്കൊക്കെ ആയതുകൊണ്ടായിരുന്നു എനിക്ക് റിപ്ലൈ തരുവാനായിട്ട് പറ്റാതെ പോയതെന്നൊക്കെ അവൻ പറയുമ്പോഴത്തേക്കും അവളും ഓക്കെ ഒക്കെ പറയുന്നു. എങ്കിൽ പോലും അവളുടെ കയ്യിൽ നൂഡിൽസ് ഒക്കെ ഇരിക്കുന്നത് കാണുമ്പോഴത്തേക്കും കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ നമുക്ക് രണ്ടുപേർക്കും നൂഡിൽസ് ഒക്കെ ഷെയർ ചെയ്ത് കഴിച്ചാലോ എന്നൊക്കെ അവനും ചോദിക്കുകയാണ്. പക്ഷെ അവളും അതിനെ സമ്മതിക്കാതെ അകത്തേക്കൊക്കെ കയറിപ്പോകുന്നു. ക്വിനും നടന്ന കാര്യങ്ങളെല്ലാം തന്നെ ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ പറയുന്നുണ്ട്. ഈ ഒരു സമയത്ത് സു ആകെ ദേഷ്യപ്പെടുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് TV ഷോയിൽ വെച്ചിട്ട് ക്വിനിനെ ഡേറ്റ് ചെയ്യുന്നതായിട്ടൊക്കെ അഭിനയിക്കുകയും പിന്നീട് വെളിയിലൊക്കെ ഇറങ്ങുമ്പോഴത്തേക്കും സായോനെയും അവൻ ഡേറ്റ് ചെയ്യുകയാണ്. ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ശരിയാവുകയില്ല, അവനിട്ട് രണ്ടെണ്ണം കൊടുക്കേണ്ട ആവശ്യം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് അവളും അവനെ തല്ലുവാനായിട്ട് പോലും തയ്യാറാകുന്നു. എങ്കിൽ പോലും എന്താണ് നടന്നതെന്ന് നമുക്ക് ആർക്കും തന്നെ അറിയിക്കില്ലല്ലോ. അതുകൊണ്ട് തന്നെ നമുക്കൊരു കാര്യം ചെയ്യാം, ലൂവിന്റെയും ചെങ്ങിന്റെയും അടുത്ത് കാര്യങ്ങളൊക്കെ പറയാം. അങ്ങനെ അവരായിട്ട് തന്നെ ജിയോന്റെ അടുത്ത് കാര്യങ്ങളൊക്കെ ചോദിക്കട്ടെ എന്നൊക്കെ ഷെന്നും പറയുന്നു. സിയു ജോഗിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ലൂവും ചെങ്ങും കൂടി അവന്റെ കൂടെ ഒക്കെ കൂടുകയാണ്. നമ്മൾ ഫ്രണ്ട്സ് അല്ലേ, നമുക്കും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്താലോ എന്നൊക്കെ ചെങ്ങ് ചോദിക്കുമ്പോഴത്തേക്കും എന്ത് പറയണമെന്ന് അറിയാതെയൊക്കെ ആയിരുന്നു സിയു നിന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നലെ രാത്രി നീ എവിടെയായിരുന്നു, ആരുടെ കൂടെ ആയിരുന്നു എന്നൊക്കെ അവരും സിയുവിന്റെ അടുത്തായിട്ട് ചോദിക്കുന്നു. പക്ഷെ അവനും എനിക്ക് ഇന്നലത്തെ രാത്രിയിലത്തെ കാര്യം ഒന്നും തന്നെ പറയുവാനായിട്ട് സാധിക്കുകയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ അടുത്തുനിന്ന് രക്ഷപ്പെട്ടു പോകാനായിട്ടൊക്കെ നോക്കുമ്പോഴത്തേക്കും ഇന്നലെ നീ സയോയുടെ കൂടെ അല്ലായിരുന്നു ഉണ്ടായിരുന്നത്, അങ്ങനെ ഇരിക്കെ എന്താണ് നിങ്ങൾക്കിടയിൽ സംഭവിച്ചതെന്നെല്ലാം തന്നെ ചെങ്ങും അവന്റെ അടുത്തായിട്ടൊക്കെ ചോദിക്കുന്നു. എങ്കിൽ പോലും പറയുവാനായിട്ട് സാധിക്കുകയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് സിയും അവിടെ നിന്ന് ഓടുകയാണ്. സിയു നടന്ന കാര്യങ്ങളൊന്നും തന്നെ ലൂവിന്റെയും ചെങ്ങിന്റെയും അടുത്ത് പറയുവാനായിട്ട് തയ്യാറായില്ല എന്ന കാര്യമെല്ലാം തന്നെ ഇപ്പോൾ സുവും ക്വീനിനെ അറിയിക്കുകയാണ്. സൂയിന് ഇപ്പോഴും സിയുവിന് സംശയമൊക്കെയാണ്. എങ്കിൽ പോലും ഷെന്നിന് അത്രയ്ക്ക് സംശയമൊന്നുമില്ല. പിന്നെ അവർ നല്ല ഫ്രണ്ട്സ് ഒക്കെ ആണല്ലോ, അവർക്കിടയിൽ എന്തെങ്കിലും രഹസ്യമൊക്കെ ഉണ്ടായിരിക്കാമെന്നൊക്കെയാണ് ഷെന്നും പറയുന്നത്. അങ്ങനെ ഇരിക്കെ സോ ഉണ്ടാക്കി കൊടുത്ത ഒരു ഡ്രിങ്ക് ഒക്കെ ക്വിൻ കുടിച്ചതിന് ശേഷം ഇത് തന്റെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യമല്ലേ, അങ്ങനെ ഇരിക്കെ ഞാൻ തന്നെ ഇതിനൊരു സൊല്യൂഷനൊക്കെ കണ്ടെത്തിക്കോളാമെന്ന് ക്വിന്നും പറയുന്നു. ക്വിനും അങ്ങനെ ഡ്രിങ്ക്സ് ഒക്കെ കുടിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നത് സയോനെ കാണുവാനായിട്ടാണ്. സയോയും എന്താണ് കാര്യമെന്നൊക്കെ ക്വിന്നിന്റെ അടുത്തും ചോദിക്കുന്നു. അങ്ങനെ ആ ഒരു സീനൊക്കെ അവിടെ കൊണ്ട് കട്ടാവുന്നു. ഗോബാക്ക് ലവേഴ്സിന്റെ എപ്പിസോഡൊക്കെ കാണിക്കുകയാണ്. ഈ ഒരു സമയത്ത് വോട്ടിംഗ് ഒക്കെയാണ് കൊടുത്തിട്ടുള്ളത്. അതായത് യൂസിയും സയോയും ഇപ്പോൾ പുതിയതായിട്ടൊക്കെ എത്തിയിട്ടുണ്ടല്ലോ, അങ്ങനെ ഇരിക്കെ ഇവർക്ക് ആരുടെ അടുത്താണോ ഇൻട്രസ്റ്റ് ഒക്കെ തോന്നിയിട്ടുള്ളത് അവരുടെ അടുത്ത് വോട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ബാക്കിയുള്ള കണ്ടസ്റ്റന്റ്സ് അവർക്ക് ഇഷ്ടപ്പെട്ട ആൾക്കും വോട്ട് കൊടുക്കണം. അങ്ങനെ വോട്ടൊക്കെ കൊടുക്കുന്ന സമയത്ത് ഏതെങ്കിലും മാച്ച് ആവുകയാണെങ്കിൽ, അതായത് ഓൾറെഡി ഉള്ള കപ്പിൾ അല്ലാതെ ഏതെങ്കിലും ഒരാൾക്ക് ഇപ്പോൾ വന്നിട്ടുള്ള യൂസിനെയോ സയോനെയോ ഇഷ്ടപ്പെടുകയൊക്കെ ആണെങ്കിൽ അവർക്ക് തിരിച്ചും മാച്ചൊക്കെ ഓക്കെ ആവുകയാണെങ്കിൽ ഉറപ്പായിട്ടും അവരായിരിക്കും അടുത്ത റൗണ്ടിലേക്കൊക്കെ പോവുക. മാത്രമല്ല അതുവരെ ഉണ്ടായിരുന്ന സെലക്ട് ചെയ്യാതെ പോയ ആൾക്കാര് ഷോയിൽ നിന്ന് ഔട്ടായി പോവുകയും ചെയ്യും. സോ ആദ്യമായിട്ട് അഭിപ്രായമൊക്കെ പറയുവാനായിട്ട് വിളിപ്പിക്കുന്നത് യൂസിനെയാണ്. യൂസി ക്വിനിനെയും സൂയിനെയും അതുപോലെ തന്നെ ഷെന്നിനെയും പുകഴ്ത്തിയൊക്കെ സംസാരിക്കുന്നുണ്ടെങ്കിൽ പോലും അവരെ ആരെയും സെലക്ട് ചെയ്യുന്നില്ല. അവനും ഷോയിൽ നിന്നും ക്വിറ്റായി പോകുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. പിന്നെ സയോയ്ക്ക് എന്നെ ഡേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്നെ പ്രൈവറ്റ് ആയിട്ട് കോൺടാക്ട് ചെയ്താൽ മതി എന്നൊക്കെ യൂസിയും സയോയുടെ അടുത്തായിട്ടൊക്കെ പറയുന്നു. അടുത്തതായിട്ട് സയോ ആയിരുന്നു തീരുമാനിക്കേണ്ടിയിരുന്നത്. അങ്ങനെ ഇരിക്കെ സയോ ഇപ്പോൾ പറയുന്ന പേര് യൂസിയുടേതാണ്. അതൊക്കെ കേൾക്കുമ്പോഴത്തേക്കും സൂന് ഒരുപാട് ദേഷ്യമൊക്കെ തോന്നുന്നു. സയോ ആയിട്ട് തന്നെ നിന്നെ സെലക്ട് ഒക്കെ ചെയ്തതല്ലേ, ഒരു കാര്യം ചെയ്യുക, നീയും തിരിച്ച് സയോനൊക്കെ സെലക്ട് ചെയ്യുക, അങ്ങനെയാണെങ്കിൽ കിന്നിന് കുറച്ച് സമാധാനമൊക്കെ കിട്ടുമല്ലോ, അവളെ അങ്ങ് വിട്ട് കളഞ്ഞേക്കുക എന്നൊക്കെയാണ് സൂവും ജിയുവിന്റെ അടുത്തൊക്കെ സംസാരിക്കുന്നത്.
അങ്ങനിരിക്കെ നേരത്തെ ക്വിന്നും സയോയും കണ്ടുമുട്ടിയ സമയത്ത് അവർ സംസാരിച്ചതിനെ കുറിച്ചെല്ലാം തന്നെ കാണിക്കുകയാണ്. നീയും സിയുവും ഒന്നിച്ചൊക്കെ നടന്നു വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനിരിക്കെ എന്തായിരുന്നു ശരിക്കും സംഭവിച്ചിട്ടുണ്ടായിരുന്നതെന്നൊക്കെ ക്വിൻ സയോട് ചോദിക്കുമ്പോഴത്തേക്കും ഞങ്ങൾ അങ്ങനെ പ്രത്യേകിച്ചൊന്നും സംസാരിച്ചില്ല. പിന്നെ എല്ലാ ആഴ്ചയും ഞങ്ങൾ കണ്ടുമുട്ടാറൊക്കെ ഉള്ളതാണ്. ഞങ്ങൾ ചുമ്മാ ഒന്നിച്ചൊക്കെ നടക്കും, ഫുഡൊക്കെ കഴിക്കും, അത്ര മാത്രമേ ഉള്ളൂ എന്നൊക്കെ സയോയും പറയുന്നു. നിങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന സമയം തൊട്ട് ഇതുപോലെ കോണ്ടാക്റ്റിലൊക്കെ ഉണ്ടോ എന്ന് കുഞ്ഞ് ചോദിക്കുമ്പോഴത്തേക്കും കഴിഞ്ഞ 10 വർഷമായിട്ട് ഞങ്ങൾ തമ്മിൽ കോണ്ടാക്റ്റിലാണ് ഉള്ളത്. ഞങ്ങൾ ഇതുപോലെ എല്ലാ ആഴ്ചയും മീറ്റ് ചെയ്യാറുമുണ്ട്. ഇത്രയും കാലത്തിനിടയ്ക്ക് എനിക്ക് എന്തൊക്കെ ആവശ്യങ്ങൾ വന്നിട്ടുണ്ടോ അപ്പോഴെല്ലാം തന്നെ അവൻ എന്റെ ഒപ്പം തന്നെ ഉണ്ടായിരുന്നു എന്നൊക്കെ ആയിരുന്നു സയോയും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സിയു എന്തെങ്കിലും ഒരു മറുപടി പറയുന്നതിന് മുമ്പായിട്ട് തന്നെ ഞാനും ഈ ഒരു ഷോയിൽ നിന്നും ക്വിറ്റ് ചെയ്യാനായിട്ട് തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നൊക്കെ ക്വിന്നും അറിയിക്കുന്നു. മാത്രമല്ല അവളും അവിടെ നിന്നൊക്കെ ഇറങ്ങി ഓടുകയാണ്. ഈ ഒരു സമയത്ത് സിയു കൂടി അവളുടെ പിന്നാലെയൊക്കെ പോയിട്ടുണ്ടായിരുന്നു. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നീ എന്തുകൊണ്ടാണ് ഇങ്ങനൊരു തീരുമാനമൊക്കെ എടുത്തതെന്ന് സിയുവും അവളുടെ അടുത്തൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും ഈ ഒരു ഷോയ്ക്ക് പറ്റിയ ആളല്ല ഞാൻ എന്ന് എനിക്ക് ആദ്യം തന്നെ മനസ്സിലായതാണ്. അങ്ങനെയിരിക്കെ ഇപ്പോൾ സായോ ഒക്കെ എത്തിയിട്ടുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ നിങ്ങൾ തുടർന്നും പ്രോഗ്രാമൊക്കെ കണ്ടിന്യൂ ചെയ്തു എന്ന രീതിക്കാണ് ക്വിനും മറുപടി കൊടുക്കുന്നത്. നമ്മൾ ഇത്രയും നാളും ഷോയിൽ ഒന്നിച്ചല്ലേ ഉണ്ടായിരുന്നത്. പരസ്പരം എന്തൊക്കെ കാര്യങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ നമുക്കും അത് ഒന്നിച്ചൊക്കെ നേരിട്ടൂടെ? നമ്മൾ നല്ല മാച്ചൊക്കെ ആയിരുന്നു. നമ്മുടെ പല കാര്യങ്ങളും ഒരുപോലെയൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നീ ഈ ഷോയിലൊക്കെ നിൽക്കുക എന്ന രീതിക്കൊക്കെ സിയു പറയുമ്പോഴത്തേക്കും എനിക്ക് വിഷമമാകുമോ എന്നൊക്കെ വിചാരിച്ചിട്ട് നീ ഉറപ്പായിട്ടും എന്നെ സെലക്ട് ചെയ്യുകയേ ഉള്ളൂ എന്ന കാര്യം എനിക്ക് നന്നായി തന്നെ അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഞാനും ഇപ്പോൾ ക്വിറ്റ് ചെയ്യാനായിട്ടൊക്കെ തീരുമാനിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നീയും സായും ഒന്നിച്ചൊക്കെ നിന്നോ എന്ന രീതിക്കൊക്കെ അവളും സംസാരിക്കുന്നു. നീ വിചാരിക്കുന്നത് പോലെ ഒന്നുമല്ല കാര്യങ്ങൾ. ഞങ്ങൾ തമ്മിൽ യാതൊരു വിധത്തിലുള്ള റിലേഷൻഷിപ്പും ഇല്ല എന്നൊക്കെ സിയു പറയുവാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ കഴിഞ്ഞ 10 വർഷമായിട്ട് കോണ്ടാക്റ്റിലൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയിരിക്കെ നിങ്ങൾ തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്നാണോ നീ പറയുന്നത്? അങ്ങനെ കോണ്ടാക്റ്റിൽ ഉണ്ടായിരുന്നതൊന്നും തന്നെ നിനക്ക് അത്രയ്ക്ക് കാര്യമായിട്ടൊന്നും തോന്നുന്നില്ലേ എന്നൊക്കെ കുഞ്ഞ് ചോദിക്കുമ്പോഴത്തേക്കും അവിടേക്ക് എത്തുന്ന സായോയും നീ കുറച്ച് കാര്യങ്ങളൊക്കെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ഞാനും ശരിക്കും നടന്ന കാര്യങ്ങളെക്കുറിച്ചെല്ലാം തന്നെ വ്യക്തമായിട്ട് പറഞ്ഞു തരാമെന്നൊക്കെ കിരണിനോട് പറയുന്നുണ്ടെങ്കിൽ പോലും അവളും ഒന്നും തന്നെ കേൾക്കുവാനായിട്ട് കൂട്ടാക്കാതെ അവിടെ നിന്നൊക്കെ പോകുന്നു. അങ്ങനെയിരിക്കെ ഷെന്നും ഇപ്പോൾ എല്ലാവരെയും തന്നെ എഡിറ്റിംഗ് റൂമിലേക്കൊക്കെ വിളിപ്പിച്ചിരിക്കുകയാണ്. മാത്രല്ല അപ്പോൾ നടന്ന സംഭവങ്ങളെല്ലാം തന്നെ പലരും ഫോണിലൊക്കെ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അങ്ങനെ റെക്കോർഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ദൃശ്യങ്ങളെല്ലാം തന്നെ നിങ്ങൾ ഡിലീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒഫീഷ്യൽ ആയിട്ടുള്ള ക്യാമറയിൽ എടുത്ത ദൃശ്യങ്ങൾ മാത്രം ഇവിടെ വെച്ചാൽ മതി. ഇതൊരു റിയാലിറ്റി ഷോ ഒക്കെ ആണല്ലോ. അങ്ങനെയിരിക്കെ നമ്മൾ നമ്മുടെ ശരിക്കുമുള്ള വേർഷൻ ആയിരിക്കണം ആൾക്കാരുടെ അടുത്തേക്കൊക്കെ കാണിക്കേണ്ടത്. അല്ലാതെ ഫേക്ക് ആയിട്ടുള്ള ഒന്നോ അല്ലെങ്കിൽ ഇമോഷന്റെ പേരിൽ എടുത്ത ഒന്നോ അല്ല. അതുകൊണ്ട് തന്നെ നമ്മളും നല്ല രീതിക്കുള്ള തീരുമാനമൊക്കെയാണ് എടുക്കേണ്ടതെന്നൊക്കെ ഷെനും എല്ലാവരുടെയും അടുത്തായിട്ടൊക്കെ പറയുന്നു. ആ ഒരു സീനോട് കൂടി ഈ ഒരു വീഡിയോ അവസാനിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് ഇത്രയും വേഗം കാണാം. ബൈ.